മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. നമ്മളിൽ ചിലർക്കെല്ലാം ഒരു ധാരണയുണ്ട്, ശാസ്ത്ര വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന സയൻറ്റിസ്റ്റുമാര് എക്സ്പെർട്ടായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യട്ടെ, ഭൗതികമായിട്ടുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ ആ വിഷയങ്ങളിൽ അഗാധമായ പാണ്ഡിത്യമുള്ളവരാണെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് കാര്യങ്ങൾ പറയട്ടെ. ആത്മീയത കൈകാര്യം ചെയ്യുന്ന സന്യാസിമാരെ പോലെയുള്ളവർ ആ വിഷയം കൈകാര്യം ചെയ്യട്ടെ. എന്തിനാണ് ഇത് തമ്മിൽ മിക്സ് ചെയ്യുന്നത്? ഇങ്ങനെ കാര്യമായിട്ട് ആരും ചോദിച്ചിട്ടില്ല. പണ്ട് ധരിച്ചിരുന്നു, ചിലരിപ്പോഴും ധരിക്കാറുണ്ട്. എല്ലാവരോടും അറിയാൻ വേണ്ടിയിട്ടാണ്, പ്രതികരിക്കാൻ വേണ്ടിയിട്ടല്ല. അറിയാൻ വേണ്ടിയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഭാരതത്തില് എല്ലാ വിഷയങ്ങളും ഒരു നോളജിന്റെ കീഴിലാണ് വന്നിരുന്നത്. വേണമെങ്കിൽ രണ്ട് എന്ന് പറയാം. ഒന്ന് എക്സ്പെരിമെന്റബിൾ നോളജ്, മറ്റൊന്ന് എക്സ്പീരിയൻഷ്യൽ നോളജ്. ഇങ്ങനെ രണ്ടെണ്ണേ ഉള്ളൂ. എക്സ്പെരിമെന്റബിൾ നോളജിനകത്ത് ഇന്ന് കോളേജുകളിൽ പഠിപ്പിക്കുന്ന ഏത് വിഷയവും വരും. അത് വേദത്തിന്റെ തന്നെ ഭാഗമായിരുന്നു ഭാരതത്തില്. ഞാൻ എൻ്റെ പ്രഭാഷണത്തിൽ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേദത്തിൽ നിന്നാണ് കർമ്മകാണ്ഡമായ ബ്രാഹ്മണ ഗ്രന്ഥങ്ങൾ ഉണ്ടായത്. വേദത്തിന്റെ അവസാന ഭാഗമാണ് തത്വശാസ്ത്രവും ഫിലോസഫിയും ദർശനങ്ങളുമായിട്ടുള്ള ഉപനിഷത്തുക്കൾ ഉണ്ടായത്. വേദത്തിന്റെ ഭാഷാ പഠനമാണ് ശിക്ഷാഗ്രന്ഥങ്ങളും വ്യാകരണ ഗ്രന്ഥങ്ങളും നിരുക്ത ഗ്രന്ഥങ്ങളും ഛന്ദശാസ്ത്ര ഗ്രന്ഥങ്ങളും വേദത്തെ കണക്ട് ചെയ്യുന്നതാണ്. വേദത്തിന്റെ എക്സ്പ്ലനേഷനാണ്. ആചാരങ്ങള് എന്ന് പറയുന്ന ഗൃഹ്യസൂത്രം അത് വേദത്തിന്റെ കൽപ്പശാസ്ത്രത്തിന്റെ ഭാഗത്തിലുള്ളതാണ്. ധർമ്മശാസ്ത്രം ഒരു രാഷ്ട്രം എങ്ങനെ ഭരിക്കണം, എങ്ങനെ അവിടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ നികുതി കാര്യങ്ങൾ, ബാങ്കിങ് സിസ്റ്റം, രാജാവിൻ്റെ ഭരണം, മന്ത്രിമാരുടെ ഉത്തരവാദിത്വം, അവർ ചെയ്യുന്ന നന്മ തിന്മകൾ, രാജഭരണം, രാജ്യത്തിൻ്റെ നിലനിൽപ്പ്, പൗരന്റെ അവകാശം, പൗരന്റെ ഉത്തരവാദിത്വം, ഭരണ സംവിധാനം മുഴുവനും വരുന്നത് വേദത്തിൻ്റെ അവിഭാജ്യ ഘടകമായ വേദാംഗമായ കൽപ്പശാസ്ത്രത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ധർമ്മശാസ്ത്രമായിട്ട്. അപ്പൊ നമ്മൾ മുഖ്യമന്ത്രിയെക്കുറിച്ചോ പ്രധാനമന്ത്രിയെക്കുറിച്ചോ പ്രസിഡന്റിനെ കുറിച്ചോ സെക്രട്ടറിയെക്കുറിച്ചോ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കന്മാരെ കുറിച്ചോ ബുദ്ധിജീവികളെ കുറിച്ചോ ഈ യൂട്യൂബിലെ പ്രഭാഷണത്തിൽ പറയുമ്പോൾ അത് ഭാരതീയ പൈതൃകത്തിന്റെ ആത്മീയതയിൽ നിന്ന് ഭിന്നമല്ല. ഒരു രാഷ്ട്രത്തിൽ നടക്കുന്ന നന്മ തിന്മകൾ വേദവുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് വേദാംഗമായ കൽപ്പശാസ്ത്രത്തിലെ ധർമ്മശാസ്ത്രം വഴിക്കാണ്. ആ ധർമ്മശാസ്ത്രത്തിന്റെ തന്നെ മറ്റൊരു പ്രതിഫലനമാണ് അർത്ഥശാസ്ത്രം. ചാണക്യൻ എഴുതിയ എക്കണോമിക്സ്, രാജ്യഭരണം എന്ന് പറയുന്നത് അത് തന്നെയാണ്. അപ്പൊ നീതിന്യായ വ്യവസ്ഥിതിയും ഭരണ സംവിധാനവും രാജാവിൻ്റെയും മന്ത്രിമാരുടെയും ഉത്തരവാദിത്വവും എല്ലാം വേദത്തിന്റെ ഭാഗമായിട്ടുള്ള വേദാംഗമായിട്ടുള്ള കൽപ്പശാസ്ത്രത്തിന്റെ ഭാഗമായിട്ടുള്ള ധർമ്മശാസ്ത്രത്തില് അഡീഷനും ഡെലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും വരുത്തിയിട്ട് നിരന്തരം റിഫൈൻ ചെയ്ത് കൊടുത്തുകൊണ്ടേയിരുന്നു. അപ്പൊ രാഷ്ട്രീയം പറയുന്നത് പോലും ഭാരതത്തിൽ ആത്മീയതയ്ക്കെതിരല്ല, അത് ഭൗതികമായിട്ടുള്ള വേറൊരു വിഷയമല്ല, ഇതിനകത്ത് തന്നെയുള്ളതാ. ശ്രീ രാമായണം നോക്കുകയാണെങ്കിൽ 24,000 ശ്ലോകത്തിലൂടെ 3 രാജവംശത്തിന്റെ ചരിത്രമാണ് പറയുന്നത്. ദശരഥന്റെ രാജവംശം, അതുപോലെ തന്നെ ബാലിസുഗ്രീവന്മാരുടെ ഭരണം, രാവണന്റെ വംശം. മഹാഭാരതവും ഭരണത്തിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. മന്ത്രിമാരെ കുറിച്ച് എല്ലാ ഡീറ്റെയിലും ഉണ്ട് അതിനകത്ത്. അത് കുരുവിന്റെയും പാണ്ഡുവിന്റെയും കുടുംബ ചരിത്രമാണ്. ഒരേ കൊട്ടാരത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അതുപോലെ തന്നെ സംഗീതം എന്ന് പറയുന്നത് സാമവേദത്തിന്റെ ഉപവേദമാണ്. സാമവേദവുമായിട്ട് കണക്റ്റഡ് ആണ് സംഗീതം. അപ്പൊ സംഗീതത്തെക്കുറിച്ച് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭാരതീയമായ അറിവിൽ നിന്ന് ഭിന്നമല്ല. ആയുർവേദം എന്ന് പറയുന്ന അഥർവവേദത്തിന്റെ ഉപവേദമാണ്. അത് ഭാരതീയ അറിവുകളിൽ നിന്ന് ഭിന്നമല്ല, അതിൻ്റെ തന്നെ ഭാഗമാണ്. സ്ഥാപത്യവേദം, സിവിൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന അഥർവവേദത്തിന്റെ ഉപവേദമാണ്.
ഭാരതീയമായ അറിവുകളിൽ നിന്ന് ഉള്ളിൽപ്പെടുന്നതാണ്, എക്സ്പെരിമെന്റബിൾ നോളജാണ്. അതുമാത്രമല്ല, നമ്മൾ ഏത് കാമശാസ്ത്രം വാത്സ്യായന മഹർഷി എഴുതിയെടുത്താൽ അത് അഥർവവേദത്തിന്റെ തന്നെ ഉപവേദമാണ്, അത് സാമവേദത്തിന്റെ ഉപവേദം എന്നും പറയാറുണ്ട്. അപ്പോൾ വേദത്തിന്റെ ഉപവേദം സബ്സിഡിയറിയാണത്. അപ്പൊ കാമശാസ്ത്രം എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഷയമാണ്. എന്തിന് ആത്മീയത പറയുന്നവർ കാമശാസ്ത്രം പറയണം, എന്തിന് ആത്മീയത പറയുന്നവർ എക്കണോമിക്സ് പറയണം, എന്തിന് ആത്മീയത പറയുന്നവർ യുദ്ധതന്ത്രത്തെക്കുറിച്ച് പറയണം. യുദ്ധതന്ത്രം ഭാരതത്തിലെ ആത്മീയതയുടെ ഭാഗമാണ്. ഭഗവത്ഗീത പോലും തസ്മാത് ഉത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. മഹാഭാരതത്തിലെ പർവം എന്ന് പറയുന്നത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമല്ലേ ഇത്. അപ്പൊ യുദ്ധത്തെക്കുറിച്ചും രാഷ്ട്ര സംരക്ഷണത്തെക്കുറിച്ചും മന്ത്രിമാരുടെയും രാജാക്കന്മാരുടെയും റോളിനെ കുറിച്ചും ഏത് വിവരണങ്ങളും ഭാരതീയ പൈതൃകത്തെക്കുറിച്ച് വിവരിക്കാനായിട്ട് യൂട്യൂബിന് വേണ്ടിയിട്ട് ക്യാമറയുടെ മുമ്പിൽ ഇരിക്കുന്ന ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെ ഉള്ളവർക്ക് വിഷയം അറിയാമെങ്കിൽ പറയാൻ അവകാശമുള്ളതാണ്. കാരണം ഇതെല്ലാം പൈതൃകത്തിന്റെ ഭാഗം. പിന്നെ പറയാൻ പാടില്ലാത്ത വിഷയമുണ്ട്. അതേതാണെന്നറിയാമോ? അറിയാത്ത വിഷയം. അറിയാത്തതാണെങ്കിൽ പറയാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ സംഗീതത്തെക്കുറിച്ച് വലിയ പ്രഭാഷണം നടത്താറില്ല. കാരണം എനിക്ക് സംഗീതത്തിന്റെ ഒരു ചുക്കും ചുണ്ണാമ്പും എനിക്ക് അറിഞ്ഞൂടാ. നൃത്തത്തെക്കുറിച്ച് ഞാൻ പ്രഭാഷണങ്ങൾ നടത്താറില്ല. കാരണം അതിനെക്കുറിച്ചിട്ട് എനിക്ക് ഒന്നും അറിഞ്ഞൂടാ. സപ്തസ്വരങ്ങളെ ഇപ്പോഴും ആരോഹണം എന്താണ്, അവരോഹണം എന്താണ്, താളം എന്താണ്, രാഗം എന്താണ് എനിക്ക് അറിഞ്ഞൂടാ. ഇന്നോട്ട് പഠിക്കാൻ ശ്രമിച്ചാലോട്ട് പഠിക്കാൻ സാധിക്കുകയില്ല. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ സംഗീത ടീച്ചർ എൻ്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു, ഈ ജന്മത്ത് പഠിച്ചാലും സംഗീതം കിട്ടില്ല എന്ന്, പാട്ട് പാടാൻ സാധിക്കില്ലെന്ന് 6ാം ക്ലാസ്സിലെ ടീച്ചർ തൃപ്പൂണിത്തുറയിലെ RLV സ്കൂളിൽ പഠിക്കുമ്പോൾ അവർ പറഞ്ഞിട്ടുണ്ടായി. പിന്നെ എന്നെ ബുൾബുള് പഠിപ്പിച്ചത് അലക്സ് എന്ന് പറയുന്ന ഒരു സാറാണ്. കലാലയയിലെ G റാവുവിൻ്റെ കൂട്ടത്തിലുള്ള അലക്സാണ്. അപ്പൊ ഞാൻ ബുൾബുള് വായിക്കുമ്പോൾ നന്നാവാറുണ്ട്. പക്ഷേ എൻ്റെ ബുൾബുളിനോടൊപ്പം എൻ്റെ സുഹൃത്തായിട്ടുള്ള മോഹനൻ എന്ന് പറയുന്ന വ്യക്തി തബല കൂടി അടിച്ചാൽ അയാളുടെ തബല വരെ തെറ്റും. കാരണം എനിക്ക് ഈ ബുൾബുളില് അതിനെ കറക്റ്റായിട്ട് രാഗം അറിഞ്ഞൂടാ, ശ്രുതി അറിഞ്ഞൂടാ, താളം അറിഞ്ഞൂടാ, ഒരു മണ്ണാങ്കട്ടെ അറിഞ്ഞൂടാ. അത് ഞാനോട്ട് പഠിക്കാൻ ശ്രമിച്ചാലോട്ട് പറ്റുന്ന തോന്നണമില്ല ഇപ്പോഴത്തെ കാലത്ത്. അതുകൊണ്ട് ആ 2 വിഷയത്തെക്കുറിച്ച് ഞാൻ പറയാറില്ല. ആയുർവേദത്തെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ടെങ്കിൽ 10 വർഷത്തോളം അതിൽ റിസർച്ച് നടത്തിയിട്ടാണ് പറയുന്നത്. പിന്നെ എക്കണോമിക്സിനെ കുറിച്ച് പറയുന്നത് വായിച്ചു പഠിച്ചിട്ടാണ് പറയുന്നത്. വേദം 10-43 വർഷമായിട്ട് മുടങ്ങാതെ വായിക്കുന്ന ഒരാളാണ്. ഉപനിഷത്തുക്കൾ നല്ലോണം പഠിച്ച് പുസ്തകങ്ങൾ എഴുതി നല്ല രീതിയിൽ പ്രഭാഷണം നടത്താറുണ്ട്. ഇത്രയെല്ലാം ഞാൻ പറയാൻ കാരണം, നമ്മൾ ഏത് രാഷ്ട്രീയ നേതാവിനെ കുറിച്ചോ രാഷ്ട്രീയ സ്ഥിതി വിലയിരുത്തലിനെ കുറിച്ചോ ഡിമോണിറ്റൈസേഷനെ കുറിച്ചോ ഭരണത്തെക്കുറിച്ചോ കമന്റ് പറയുമ്പോഴും അത് പൈതൃകത്തിൽ നിന്ന് ഭിന്നമല്ല. പൈതൃകത്തിന്റെ അവിഭാജ്യ ഘടകം കാലം മാറുമ്പോൾ ഏൻഷ്യന്റ് ഉള്ളത് മോഡേണായി എന്ന് മാത്രം. അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ ശാസ്ത്രജ്ഞന്മാരും മുമ്പോട്ട് വരണം. ഇന്നത്തെ തിന്മകൾക്ക് അത് അവാർഡ് വാപസി ചെയ്തിട്ട് ഞാനൊരു ഇടതുപക്ഷ ബുദ്ധിജീവിയാണെന്ന് തെളിയിച്ച് പിന്നെ ആരും കാണാതെ അവാർഡ് പോയിട്ട് അവിടുന്ന് തിരിച്ചു വാങ്ങിക്കുന്ന ലെവലിൽ തരം താഴ്ന്ന തനി ചീപ്പായിട്ടുള്ള ബുദ്ധിജീവികളല്ല പറയേണ്ടത്, അല്ല കപ്പാസിറ്റി ഉള്ള ബുദ്ധിജീവികൾ പറയണം. മാത്രമല്ല കുറേയധികം പുരോഗമനവാദികൾ എന്ന് പറയുന്നവരൊക്കെ അധോഗമനവാദികളായിട്ടൊരു പാർട്ടിക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ലെവലിൽ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന രീതിയിൽ പറയുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവും. വിപ്രാഹ സന്തു നിർഭയ. അറിവുള്ളവര് ഒരുവന്റെയും കീഴിൽ വരാനും പാടില്ല. ആർക്കെങ്കിലും വേണ്ടിയിട്ട് നന്മയുടെ പേരിൽ ബാധിക്കല്ലാതെ ഒരു സംഘടന വരച്ച വരയിലൂടെ മാത്രം നടന്ന് അതിനുവേണ്ടി ജീവിക്കുകയും അവരധികാരത്തിൽ വരുമ്പോൾ സ്ഥാനമാനങ്ങൾ ലഭിക്കും, അതുമാതിരി ടിഎയും ഡിഎയും എല്ലാം കിട്ടുമെന്ന പേരിൽ മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാവും. അതൊന്നും പ്രതീക്ഷിക്കാത്തവന് ഏത് കാര്യത്തെയും കുറിച്ച് തുറന്നു പറയാൻ എന്താ കുഴപ്പം? അങ്ങനെ കൂടി പറയണ്ടേ. ഒത്തിരി അധികം സ്വാതന്ത്ര്യ സമര സേനാനികൾ ഭാരതത്തിന് വേണ്ടി മരിച്ചത് കസേരയും അധികാരവും മക്കളെ പ്രധാനമന്ത്രിയാക്കാമെന്നൊന്നും പറഞ്ഞിട്ടല്ലല്ലോ. രാഷ്ട്രത്തിന് വേണ്ടി മാത്രം ജീവിച്ചവരല്ലേ അവര്. അവരുടെ പേര് പോലും ഒരു സ്ഥലത്ത് എഴുതി വെച്ചിട്ടില്ല. എങ്കിലും അവർ ജീവിച്ചു, ഭാരതത്തിന് വേണ്ടി മരിച്ചു. അങ്ങനെ സാധിക്കണം അറിവിന്റെ കാര്യത്തിൽ. ഇപ്പൊ ഞാൻ വീണ്ടും ആ ഇതിന്റെ
അടിസ്ഥാനത്തിലേക്ക് പോകുന്നു. ഏത് വിഷയവും പഠിച്ചു പറയാനുള്ള കഴിവുണ്ടെങ്കിൽ അത് പൈതൃകത്തിന്റെ ഭാഗമാണ്. അത് മെറ്റലർജി ആണെങ്കിലും മാത്തമാറ്റിക്സ് ആണെങ്കിലും അസ്ട്രോണമി ആണെങ്കിലും ഫിലോസഫി ആണെങ്കിലും സ്പിരിച്വാലിറ്റി ആണെങ്കിലും ബയോകെമിസ്ട്രി ആണെങ്കിലും ബയോടെക്നോളജി എന്ന് പറയുന്നത് എന്ത് ഗംഭീരമായിട്ട് അർത്ഥശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് അറിയോ? ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തിൽ ഫെർമെന്റേഷൻ ടെക്നോളജി അതിഗംഭീരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ചെടികളെക്കുറിച്ച് ബോട്ടണി അതിഗംഭീരമായിട്ട് ചരക സംഹിതയിലുണ്ട്. നല്ല രീതിയിലുള്ള കെമിക്കൽ എക്യുപ്മെന്റുകളും ഡിസ്റ്റിലേഷനും എല്ലാം ശരിക്കും സഹസ്രയോഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. രസരത്ന സമുച്ചയത്തില്, രസാർണവത്തില്, രസേന്ദ്ര സാര സർവസ്വത്തില്, രസചന്ദ്ര ചൂടാമണി തുടങ്ങിയ നൂറുകണക്കിന് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. മെറ്റലർജിയെക്കുറിച്ച് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. രസരത്ന സമുച്ചയം നാഗാർജുനൻ AD 9-ാം നൂറ്റാണ്ടിൽ എഴുതിയ പുസ്തകത്തിൽ എന്തൊക്കെയാ വിവരിച്ചിരിക്കുന്ന മെറ്റലർജി ഇന്നറിയാത്ത പലതും അതിലുണ്ട്. ഭരദ്വാജൻ എഴുതിയിരിക്കുന്ന പുസ്തകത്തിലെ യന്ത്ര സർവസ്വത്തില് ധാരാളം മെറ്റാലിക് അലോയിയെ കുറിച്ച് പറയുന്നുണ്ട്. ടെക്സ്റ്റൈൽസിനെ കുറിച്ച് പറയുന്നുണ്ട്. ഭോജന കുതൂഹലം എന്ന് പറയുന്ന പുസ്തകത്തില് ഭോജരാജാവ് എഴുതിയ ഭക്ഷണത്തെക്കുറിച്ച്, കുളീനറി ഫുഡ് ഐറ്റത്തെ കുറിച്ചുള്ള പുസ്തകമുണ്ട്. ശരിക്ക് ശാർങ്ങധരൻ എഴുതിയ സംഗീത രത്നാകരത്തിൽ ബയോകെമിസ്ട്രിയുടെ ആസ്പെക്ട് ഓഫ് സംഗീതമാണ് AD 8-9 നൂറ്റാണ്ടുകളിൽ എഴുതിയ പുസ്തകത്തിലുള്ളത്. എവിടെയാ ഭാരതത്തിന്റെ പൈതൃകം ആത്മീയതയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നത്? ഏത് വിഷയം പറയാൻ കഴിവുള്ളവനും അറിവുണ്ടെങ്കിൽ, അറിവ് ഇല്ലെങ്കിൽ നേടിയിട്ട് അറിവുണ്ടെങ്കിൽ ആ അറിവ് മറ്റുള്ളവർക്ക് ആരെങ്കിലും സുഖിപ്പിക്കാനോ ഭാവിയിൽ അധികാരം കിട്ടാനോ വേണ്ടി പറയാതെ തുറന്ന മനസ്സോടുകൂടി ത്യാഗഭാവത്തോടുകൂടി പറയാൻ എല്ലാവർക്കും അറിയും, അവകാശമുണ്ട്. അത് ആത്മീയതയും ഭൗതികതയും ശാസ്ത്രീയതയും ചേർന്ന് പറയുമ്പോഴാണ് അറിവ് പൂർണ്ണമാവുന്നത് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. പ്രണാമം, നമസ്കാരം.